സംഭവബഹുലവും പ്രശ്നസങ്കീർണവുമാകുന്ന ഒരു വർഷം നമ്മെ വിട്ടുപോകുവാൻ ഇനി ഒരു ദിവസം മാത്രം നമ്മളുടെ മുമ്പിൽ ശേഷിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ആയുസ്സിൻ്റെ വർഷത്തിൻ്റെ ദിവസങ്ങൾ എല്ലാം തന്നെ ദൈവം നമ്മെ അത്ഭുതകരമായി, അതിശയകരമായി, ജയോത്സവകരമായി നടത്തി. അവൻ നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും, നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചു. എത്രയോ പ്രാവശ്യം ശത്രു നമ്മളുടെ മേൽ ഉന്നം വെച്ച് നമ്മെ വീഴ്ച കളയുവാൻ തക്കവണ്ണം അതിൻ്റെ ഘോരവും ഭയങ്കരവുമാകുന്ന വ്യവസ്ഥിതികൾ നമ്മളുടെ മേൽ തൊടുത്തു വിട്ടപ്പോഴും ദൈവം നമ്മളുടെ സംവത്സരങ്ങൾക്ക് നന്മ കൊണ്ട് അലങ്കരിച്ച് നമ്മുടെ പാതകൾ പുഷ്ടി പൊഴിച്ച് നമ്മെ നടത്തി. 65-ാം സങ്കീർത്തനം 11-ാം വാക്യം. അതെ, സംവത്സരങ്ങൾക്ക് നന്മ കൊണ്ട് ഉള്ള അലങ്കാരം ദൈവം തന്നു. ശത്രു വീഴുവാൻ തക്കവണ്ണം നമ്മെ തള്ളി. നമ്മളെ അടുത്ത് നിന്നവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മെ കരുതുമെന്ന് പ്രതീക്ഷിച്ചവർ പലരും തള്ളിക്കളഞ്ഞു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ അപ്പൻ തിന്നവരും പ്രാണസ്നേഹിതന്മാർ പോലും കുതികാലുയർത്തുവാൻ നിന്ന സാഹചര്യങ്ങളുടെ നടുവിൽ, അങ്ങനെ പ്രതികൂലങ്ങളും എതിർപ്പുകളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ നമ്മുടെ സംവത്സരത്തെ നന്മ കൊണ്ട് അലങ്കരിച്ചു. ശത്രു വീഴുവാൻ തക്കവണ്ണം നമ്മെ തള്ളി, എന്നാൽ തൻ്റെ കരങ്ങളിൽ നമ്മെ വഹിച്ചു. ആവർത്തന പുസ്തകം, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: പുരാതനനായ ദൈവം എൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അതെ, ഈ വർഷത്തിൻ്റെ ഓരോ ദിവസവും നന്മ കൊണ്ട് നമ്മെ അലങ്കരിച്ച് കീഴെ ശാശ്വത ഭുജങ്ങൾ വിരിച്ച് തൻ്റെ കരങ്ങളിൽ നമ്മെ വഹിച്ച് ഓരോ ദിവസവും പാതകളിൽ പുഷ്ടി എന്ന് പറഞ്ഞാൽ നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും നിറവാർന്ന അവസരങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ ദൈവം നമ്മളുടെ മേൽ വച്ചു. അതെ, ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും അവൻ നമ്മെ കാത്തു സൂക്ഷിച്ചു, പരിപാലിച്ചു. അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരാതെ ദൈവം നമ്മെ നടത്തി. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നന്ദി കരേറ്റിക്കൊണ്ട് പിന്നെയും ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടും നിർമ്മലതയോടും സത്യസന്ധതയോടും കൂടെ, മാത്രമല്ല വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം പിന്നെയും നമ്മെ അനുഗ്രഹിക്കും. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കാം.